CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPI സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു തീരുമാനം. കെ പ്രകാശ് ബാബുവിന്റെ പേര് ഉയർന്നു വന്നെങ്കിലും പാർട്ടിക്കുള്ളിലെ ചേരിതിരിവ് വ്യക്തമായതോടെ മത്സര സാധ്യത ഇല്ലാതായി. പഴയ കാനം പക്ഷക്കാരും മന്ത്രിമാരുമായ കെ രാജൻ, പി പ്രസാദ് എന്നിവർ ബിനോയ് വിശ്വം പക്ഷത്തേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് ബിനോയ് വിശ്വം എന്ന ഒറ്റപ്പേരിലേക്ക് ചുരുങ്ങിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരുകയാണ്. പഴയ കാനം പക്ഷക്കാരായ മന്ത്രിമാരൊക്കെ ബിനോയ് വിശ്വം തുടരുന്നതിനെ അനുകൂലിച്ചു. അതാണ് ബിനോയ് വിശ്വത്തിന് ഗുണമായത്. അങ്ങനെയല്ലേ സുധീഷ് ഗോപാൽ? CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടന്നത്. ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പഴയ കാനം പക്ഷക്കാരും അതോടൊപ്പം തന്നെ ഇസ്മയിൽ പക്ഷക്കാരും സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി ആൾക്കാരെ സംസ്ഥാന കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുക, അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പദം അടക്കം നേടിയെടുക്കാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ പരമാവധി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ആദ്യം മുതലുള്ള ലക്ഷ്യം. ഇതിൽ ഒരു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരം വേണ്ട എന്നൊരു നിലപാടിലേക്ക് നേരത്തെ തന്നെ ഇവർ എത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള തർക്കമാണ് നടന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ AITUCയുടെ സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം ഉള്ളവർ ഒഴിവാക്കപ്പെട്ടപ്പോൾ അവർ ആ സമ്മേളന നഗരി വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് സമാനമായ രീതിയിലായിരുന്നു പല ജില്ലയിലും. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും പുതിയതായി ബിനോയിയെ ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായ എതിർപ്പ് നിലനിന്നിരുന്നു. ഇത്തരത്തിൽ 25 പേരെ പുതിയതായി ഉൾപ്പെടുത്തിയപ്പോൾ 23 പേർ ഒഴിവാക്കപ്പെട്ടു. ഇതിനെ ചൊല്ലി ആരെ ഉൾപ്പെടുത്തണം, ആരെ ഒഴിവാക്കണം എന്നതിനെ ചൊല്ലി വ്യാപകമായ തർക്കം തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത്. അതിനുശേഷം 103 പേരെ, നേരത്തെ 101 പേരായിരുന്നു, 2 പേരെ കൂടെ വർദ്ധിപ്പിച്ച് 103 അംഗ സംസ്ഥാന സമിതിയെ എടുത്തപ്പോൾ അതിനുശേഷം 11 പേരെ കാൻഡിഡേറ്റ് അംഗങ്ങളായും എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയെ ഐകണ്ഠ്യേന എടുത്തു. എന്നാൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചയിലും അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലുമെല്ലാം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ അപ്പാടെ വെട്ടിനിരത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാജൻ അടക്കമുള്ളവർ തഴയപ്പെട്ടു. ആ രീതിയിലാണ് തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതിന്റെ പേരിൽ തന്നെയാണ് ഇത്തരത്തിൽ മീനാങ്കൽ കുമാർ അടക്കമുള്ളവർ ഒഴിവാക്കപ്പെട്ടത്. അതിനു പുറമെയാണ് AITUCയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ഒഴിവാക്കപ്പെട്ടു. അതിനു പുറമെയാണ് AISFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരൻ അടക്കമുള്ളവർ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ വളരെ ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അതൃപ്തരായില്ലെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് നടന്നത്. ഇതിനുശേഷം ബിനോയ് വിശ്വത്തിനെതിരെ ഈ സമ്മേളനത്തിലടക്കം ശക്തമായ ആരോപണങ്ങളാണ് ഉയർന്നത്. അത് ഒരു കഴിവുകെട്ട സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. CPMന് അടിപ്പെട്ട് പ്രവർത്തിക്കുന്നു, CPI മന്ത്രിമാർക്ക് ഫണ്ട് കൊടുക്കാത്തപ്പോൾ അത് നേടിയെടുക്കാൻ പാർട്ടി ഒരു തരത്തിലും ഇടപെടുന്നില്ല, അതിനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല, ഒരു വ്യത്യസ്ത ശബ്ദമായി മാറാൻ CPIക്ക് ഇന്ന് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ഒരു തരത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി തുടരരുത് എന്ന് പോലും ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അവസാനം വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായി തന്നെ തുടരുന്ന രീതിയിലേക്ക് സംസ്ഥാന സമിതിയെയും എല്ലാം തെരഞ്ഞെടുത്ത് സംസ്ഥാന സമിതിയിൽ നിന്നുമാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂരിപക്ഷമുള്ള ഇല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമുള്ളവരെയാണ് പരമാവധി ഉൾപ്പെടുത്തി നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. മത്സരം നടന്നാലും അതൊരു നടപടിയിലേക്ക് കടക്കുമെന്നല്ലാതെ പ്രയോജനമില്ല എന്ന് കണ്ടാണ് അത്തരം ഒരു നടപടിയിലേക്ക് പോകാഞ്ഞതും. വിനോദ്, സുധീഷ്, അതേപോലെ തന്നെ KE ഇസ്മയിൽ പക്ഷത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? KE ഇസ്മയിലാണ് ഏറ്റവും കൂടുതൽ ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള നേതാവ്. KE ഇസ്മയിലെ ഈ സമ്മേളനത്തിൽ തടയുന്നു തുടങ്ങിയ വാർത്തകളും പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ ഇസ്മയിൽ അനുകൂലികൾ അല്ലെങ്കിൽ KE ഇസ്മയിൽ ഇവരുടെയൊക്കെ നിലപാട് ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സുധീഷ്? KE ഇസ്മയിലിനെ അനുകൂലിക്കുന്നവർ ഈ സമ്മേളനത്തിൽ നിഷ്പക്ഷമായ ഇല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നിന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അത്തരം ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക്, കാരണം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും വിജയിക്കില്ല എന്ന് കണ്ടു തന്നെയാണ്
ഒരു സമീപനം സ്വീകരിച്ചെന്നാൽ അത്തരക്കാർ തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ പുതിയതായി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോഴെല്ലാം ഇസ്മയിൽ പക്ഷക്കാരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ അവിടെ രാജുവിനെതിരെ രാജുവിന്റെ മരണത്തെ തുടർന്നും മറ്റുമുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന നിലവിലെ അംഗത്തിന് സ്ഥാനം ഒഴിയേണ്ടിയും വന്നു. അത് ഒഴിവാക്കുന്നതിന് പകരം സ്വയം തന്നെ പ്രഖ്യാപിച്ച് ഒഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. യെസ്, വ്യക്തമാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. എന്നാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് സംസ്ഥാന സമ്മേളന വാർത്തയിൽ നിന്നും സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.